നമുക്ക് ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ഇത്രയും കാലം മൂടിവെച്ച ആ വലിയ സത്യങ്ങളൊക്കെ നവ്യ അറിയുവാണ്. അബിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നവ്യ വെറുതെ ഇരിക്കുമോ? ഒരു കാരണവശാലും ഇല്ല. നവ്യ നല്ല ഇടിപെട്ട് പണി തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല നല്ല കഥകളൊക്കെയാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണുന്നത്. കുറച്ച് നാളുകളായി നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് എത്രയും പെട്ടെന്ന് തന്നെ നവ്യ ആ സത്യങ്ങളൊക്കെ അറിയണമെന്ന്, ഈ പറയുന്ന അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണമെന്ന്. അങ്ങനെ ഒടുവിൽ ആ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരാനായിട്ട് ഒരവസരം ഒരുങ്ങുവാണ്. നവ്യ ജ്വല്ലറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളുടെ മനസ്സിൽ വേറെ ചില ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അബിക്ക് ജ്വല്ലറിയിൽ ഒരു ജോലി വേണം. അപ്പം ഇതിനു മുമ്പ് അതിനെക്കുറിച്ചൊക്കെ ഡേവിഡ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ഡേവിഡിനെ കണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. സാറേ, അബിക്ക് എത്രയും പെട്ടെന്ന് അതിനെ ജോലി തന്നെ നല്ല കാര്യമായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡേവിഡ് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ അധികം താമസിപ്പിക്കുന്നില്ല, ഞങ്ങളുടെ ഷോറൂം അടുത്ത ദിവസം ഉദ്ഘാടനം നടത്താൻ പോവുക. അങ്ങനെയാണെങ്കിൽ അബിയോട് പറ, അവിടെ വന്ന് ജോയിൻ ചെയ്തോളാം പറ, ആ കമ്പനിയുടെ മാനേജറായിട്ട് ജോയിൻ ചെയ്തോളാം പറഞ്ഞു. നവ്യ പറഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങനൊരു കാര്യം ഞങ്ങൾ ചെയ്തു തരുന്നതെന്നൊക്കെ പറഞ്ഞു. നവ്യനെ ഇത്തിരി പുകഴ്ത്തി വിടുന്നുണ്ട്. നവ്യ ഭയങ്കര സന്തോഷത്തോടുകൂടി പോന്നേ. പിന്നീട് നാഗേന്ദ്രനെ വിളിച്ചിട്ട് ഡേവിഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അബിയുടെ ജോലിയെക്കുറിച്ചൊക്കെ. അവളുടെ റെക്കമെൻഡേഷനിലാണ് കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ അവളേന്ന് അബിയോട് പറയും. നാഗേന്ദ്രൻ പറഞ്ഞു, അതങ്ങനെ മതി, തൽക്കാലത്തേക്ക് അങ്ങനെ ഇരുന്നാൽ മതി, കുറച്ചു കാലം ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. ഇപ്പം അവൾ നമ്മുടെ കൂടെ നിൽക്കണം, അതുകൊണ്ട് ഇങ്ങനെ ചില പണികളൊക്കെ സൂത്രപ്പണികളൊക്കെ നമുക്ക് ചെയ്തേ മതിയാവുള്ളൂ പറഞ്ഞു. നവ്യ അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നിട്ട് അബിയെ വിളിച്ച് കാര്യങ്ങൾ പറയണം. അടുത്ത ആഴ്ച അവരുടെ പുതിയ ജ്വല്ലറി ഉദ്ഘാടനം നടത്താൻ പോവുക. ആ സമയത്ത് നിന്നോട് ജോയിൻ ചെയ്തോളാനെ പറഞ്ഞെന്ന് പറഞ്ഞു. അബി പറഞ്ഞു, അല്ല അത് പിന്നെ പ്രശ്നമാവത്തില്ലേ? ഇനി എന്ത് ചെയ്യുന്നേ? എന്ത് പ്രശ്നം? അല്ല അങ്ങനെ ഞാൻ ജ്വല്ലറി പോയി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീട് വിട്ടു പോകേണ്ട വരും. മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മായി ഒന്നും ഒരിക്കലും സമ്മതിക്കില്ല ജ്വല്ലറി പോയി ജോലി ചെയ്യാനായിട്ട്. അവർ സമ്മതിക്കണ്ട, ഞാൻ അവരോട് സംസാരിച്ചോളാന്ന് പറഞ്ഞു. നിനക്കെന്താ പേടിയുണ്ടോയെന്ന് ചോദിച്ചു. അല്ല വേണ്ട നവ്യെ, അത് നീ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ നവ്യ സമ്മതിച്ചില്ല. എടാ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്ത് നിനക്ക് ഈ ജോലി വാങ്ങി തരുന്നേ. ആ സമയത്ത് നീ ജോലി നോക്കാൻ പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവും? എന്നും ഈ അടുക്കള ജോലിയും ചെയ്ത് വണ്ടിയും വാഷ് ചെയ്ത് നടന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ, ഇനി ഒന്നും ആലോചിക്കാനില്ല, ഞാനൊരു കാര്യം തീരുമാനിച്ചു. എങ്കിൽ പിന്നെ നവ്യെ നീ തന്നെ അവരോടൊക്കെ സംസാരിക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിയാകത്തില്ല. നീ എന്നെ നിർബന്ധിച്ച് ജ്വല്ലറിക്ക് പറഞ്ഞു വിടുന്നാന്നോ എല്ലാവർക്കും തോന്നാവളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ നവ്യ എന്ത് ചെയ്തു, നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നു. മുത്തശ്ശൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങണം. മുത്തശ്ശ, അബിക്ക് ജോലിയൊന്നുമില്ല, മൂർത്തി ജ്വല്ലറിയിൽ അവൻ എന്തായാലും ജോലി കിട്ടാനും പോകുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ, ഞങ്ങൾക്കൊരു മോനുണ്ട്, അതുകൊണ്ട് അബിക്കൊരു ജോലി വേണം. ജ്വല്ലറി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അബി അടുത്ത ദിവസം അവിടെ ജോയിൻ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് മുത്തച്ഛൻ പറഞ്ഞു, ഓഹോ അത് കൊള്ളാലോ, പുതിയ തീരുമാനങ്ങളൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞു. അതെ, ഇനിയിപ്പം ഞങ്ങൾ മറ്റുള്ളവരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിലും ഈ പറയുന്ന മൂർത്തി ജ്വല്ലറി തകർന്നുകൊണ്ടിരിക്കുമല്ലേ, എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴേക്കും മുത്തശ്ശൻ്റെ കണ്ണയ്ക്കങ്ങ് ചോന്നു. മുത്തശ്ശന് നല്ല ദേഷ്യമായി. പെട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു, അത് നീയാണോ തീരുമാനിക്കണം? അല്ല മുത്തശ്ശ, ഇപ്പം തന്നെ ആണെങ്കിലും അനിയല്ലേ കമ്പനിയുടെ MD ആയിട്ട് കയറിയിരിക്കുന്നത്. അത്രയും പരിചയസമ്പത്തുള്ള ആദർശേണ്ട പോലും കമ്പനിയുടെ MD ആയിട്ട് കയറി നിന്നിട്ട് കമ്പനിയെ മുന്നോട്ട് നയിക്കാൻ പറ്റില്ല നല്ല രീതിയിൽ. അപ്പം പിന്നെ അനി കയറിയിട്ടുണ്ട്, എന്തായിരിക്കും എന്ന് അറിയാലോ. അത് മാത്രമല്ല, അബി എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ വീട്ടിലിങ്ങനെ അടുക്കള ജോലികളും ചെയ്ത് കഴിയണ്ടേ, എനിക്കൊട്ടും താല്പര്യമില്ല അതിനോട്. അതുകൊണ്ട് അബിക്കൊരു ജോലി കൂടിയേ തീരുള്ളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അവന് വേണ്ടിയിട്ട് ജ്വല്ലറിക്കാർ അവന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അബി കമ്പനി ജോലിക്ക് കയറുമെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ഈ വീട്ടിലുണ്ടായിരിക്കില്ല, വീട് വിട്ട് പോകേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. നബി പറഞ്ഞു, ആയിക്കോട്ടെ, അവൻ പോവാണെങ്കിൽ അവൻ മാത്രമല്ല പോകുന്നത്, ഞാനും എൻ്റെ മോനും ഇറങ്ങുമെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, നീ ഇപ്പം എടുക്കുന്ന തീരുമാനം ഉണ്ടല്ലോ പിന്നീട് നിനക്ക് തെറ്റായിട്ട് തോന്നുന്നു പറഞ്ഞു. അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല മുത്തശ്ശാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശിയും വന്നു. മുത്തശ്ശി ഇത് കേട്ടു. മുത്തശ്ശി നബിയെ മാക്സിമം ഉപദേശിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് നബിയെ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല.
നവ്യയ്ക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളുമായിരുന്നു. കാരണം തങ്ങൾക്കൊരു നല്ല കാലം ഉണ്ടാകുന്ന ഇവർക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയണമെന്നൊരു ചിന്താഗതിയായിരുന്നു അവരുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നത്, നവ്യയുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നത്. നവ്യ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അഭി അധിക കാലം ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, എന്താണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം നവ്യ എടുക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ അഭിയും നവ്യയെ വീട്ടിൽ കാണില്ല എന്ന് പറഞ്ഞു. പിന്നീട് ദേവയാനിയുടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്, ഈ കാര്യത്തെക്കുറിച്ചൊക്കെ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവയാനിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഇത്രയൊക്കെ ആയിട്ടും വീണ്ടും മൂർത്തി ജ്വല്ലറി തകർക്കാൻ വേണ്ടിയിട്ട് അവൻ ഏൻ ജ്വല്ലറിയിലേക്ക് പോകുന്നത് സഹിക്കാൻ പറ്റുന്നില്ല, അപ്പുറത്തെ കാര്യങ്ങളല്ലേ. പിന്നീട് നയനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് നയനയോട്. നവ്യ അബിക്കൊരു ജോലി ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ഏൻ ജ്വല്ലറിയിൽ, അവിടെ പോയി ജോയിൻ ചെയ്യാനായിട്ട് ഇരിക്കുമെന്ന് അടുത്ത ആഴ്ച. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഒരിക്കലും ഞാൻ എന്താണല്ലോ അതിന് സമ്മതിക്കില്ല അമ്മേ. അല്ലെങ്കിൽ തന്നെ അറിയാലോ, ഇപ്പം കുടുംബത്തിൽ നിന്നോട്ട് ഒറ്റ കൊടുത്തോണ്ടിരിക്കുക, ഇനിയിപ്പം അങ്ങോട്ടേക്ക് ചെന്നിട്ട് മൂർത്തി ജ്വല്ലറി തകർക്കാനായിട്ട് എനിക്ക് ശ്രമം എന്ന് പറഞ്ഞു. ആ സമയത്ത് ദേവേന് പറഞ്ഞു, മോളെ നീ വിഷമിക്കുമൊന്നും വേണ്ട, ടെൻഷൻ അടിക്കാൻ പറഞ്ഞല്ല, ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞെന്നുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തു. ഈ സമയത്ത് നയനയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നയന ആദർശനോട് ഇന്ന് കാര്യങ്ങൾ പറയണം. ആദർശ് പറഞ്ഞു, അല്ലെങ്കിലും അവനെ കൊണ്ട് ഇന്ന് വരെ കുടുംബത്തിനോ നമുക്ക് ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടായിട്ടുണ്ടോ? എന്ന് ദ്രോഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് നയനെ വിളിച്ചിട്ട് കനകയോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കണം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു, എനിക്കറിയാം എന്ത് വേണമെന്ന്, ഇതങ്ങനെ വെറുതെ വിടാൻ ഞാനും തീരുമാനിച്ചിട്ടില്ല. ഇത്രയും കാലം ഇങ്ങനെ മുന്നോട്ട് പോയി, പക്ഷെ ഇനി അതങ്ങനെയല്ല ഉണ്ടാവുന്നേ. കാരണം എത്രയെന്ന് വെച്ചാൽ നമ്മൾ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത്. അവളുടെ കാര്യങ്ങളൊക്കെ അതിര് വിടുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഏൺ ജ്വല്ലറിക്ക് വേണ്ടി പരസ്യത്തിൽ അഭിനയിക്കാൻ പോയത് പോലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ മോളൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം സത്യങ്ങൾ പറയില്ലെന്ന്, അല്ലെങ്കിൽ പണ്ടേ ഞാൻ അവളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. ഈ സമയത്ത് മാളവിക കളക്ഷൻസ് നല്ല ഫേമസ് ആകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാളവികയുടെ മേലെ നാഗേന്ദ്രനും ദേവനും ഒക്കെ നല്ല വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാളവികയ്ക്കും മനസ്സിലാവുകയും ചെയ്തു. കാരണം വന്ന പോലെയല്ല കാര്യങ്ങളൊക്കെ, ഇപ്പം തന്നെ ഒരു വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാളവിക നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. മാളവിക പല വിവരങ്ങളും ഏൺ ജ്വല്ലറിയിൽ നിന്ന് ചോർത്തുന്നുണ്ട്. അങ്ങനെ ചോർത്തുന്ന സമയത്ത് മാളവിക കാര്യങ്ങൾ അറിയണേ, ഏൺ ജ്വല്ലറിക്ക് ഒറിജിനലായിട്ടുള്ള MD ഡേവിഡ് അല്ല, അല്ലാതെ വേറെ ആളുണ്ടെന്നുള്ള സത്യങ്ങൾ അറിയുകയാണ്. പക്ഷേങ്കിൽ അയാൾ എന്താണെന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. അവിടുത്തെ സ്റ്റാഫുകൾക്ക് പോലും അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെയാണെങ്കിൽ അതറിയണമല്ലോ എന്ന് തന്നെ കരുതുകയാണ്. അപ്പോൾ അത് വേറെ ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല, ഡേവിഡിനോട് ചോദിച്ചിട്ട് കാര്യമുള്ളൂ. അയാൾ തന്നെ വേണം പറയാനായിട്ട്. അങ്ങനെ അതിനെക്കുറിച്ച് അറിയാൻ തന്നെ മാളവിക തീരുമാനിച്ചു. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മാളവിക ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തുവാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ മൂർത്തി ജ്വല്ലറി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമല്ലോ. കാരണം ഇപ്പം ഏകദേശം തകർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നല്ല രീതിയിൽ മൂർത്തി ജ്വല്ലറി മുന്നോട്ട് വരണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്താ ഉള്ളതെന്നൊക്കെ അറിഞ്ഞിട്ട് അവരുടെ ആ പത്തി നോക്കി അടിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ മാളവിക അത് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് നവ്യയ്ക്കാണെങ്കിലോ എത്രയും പെട്ടെന്ന് അഭി ജോലിക്ക് കയറിയാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കനക എന്തായാലും ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു, ഇനി ഇതങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഒടുവിൽ കനക നവ്യേനെ വിളിക്കണം. നവ്യേനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കാരണം ആദർശം നയനെ ആ വീട് വിട്ടിറങ്ങി, എന്നിട്ട് പോലും നവ്യക്കൊരിതാവുന്നില്ല. നവ്യ വീണ്ടും വീണ്ടും ഇങ്ങനെ ആ വീട്ടിലുള്ളവരെ എതിർത്തോണ്ടിരിക്കുക, മുത്തശ്ശനെ മുത്തശ്ശി എല്ലാവരെയും എതിർത്തോണ്ടിരിക്കുക. അപ്പോൾ പിന്നെ സഹിക്കാൻ പറ്റുമോ? അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ വിളിപ്പിച്ചു. നവ്യ അങ്ങോട്ടേക്ക് വന്നു. നവ്യ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറഞ്ഞു. അല്ല, അതിനെന്തിനാ അമ്മ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചേ? അതെ, ഇവിടെയാ സേഫ് എന്ന് തോന്നി. ഇത്രയും കാലം നിന്നോടൊക്കെ പറയാതിരുന്നു, പക്ഷെ ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവ്യ എന്താ? അല്ല, നീ അറിയേണ്ട ചില കാര്യങ്ങളാന്ന് പറഞ്ഞു. എനിക്കറിയാം, അബിയോട് ഏൺ ജ്വല്ലറിക്ക് ജോലിക്ക് പോലെന്നല്ല പറയാൻ വേണ്ടിയിട്ടല്ല അമ്മ വിളിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും അമ്മയ്ക്ക് എപ്പോഴും ആ നയനയും ആദർശമാണല്ലോ പ്രധാനം. അത്രയും വലിയ തെറ്റ് ചെയ്ത് ആദർശ് കൂളായിട്ട് നടക്കുന്നുണ്ട്. എന്നിട്ടോ അയാളുടെ മേലൊരു കുറ്റം കാണാൻ അമ്മയ്ക്ക് സാധിക്കുന്നില്ല. എൻ്റെ ഭർത്താവ് അത്ര വലിയ തെറ്റുകളും കാര്യങ്ങളും ചെയ്തിട്ടില്ല. എന്നിട്ട് എൻ്റെ ഭർത്താവ് എന്തോ വലിയ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ തലയിലേക്ക് എപ്പോഴും കയറുന്ന എല്ലാവരും കൂടി. പക്ഷേ ഇനി അബിയെ കുറ്റപ്പെടുത്താൻ ശ്രമമെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങളങ്ങനെ കുറ്റപ്പെടുത്തുവാണെങ്കിൽ ആദ്യം പോയി ആ ആദർശം എന്ന് പറഞ്ഞ അയാളെ കുറ്റപ്പെടുത്തുക, എന്നിട്ട് മതി എന്ന് പറഞ്ഞു. അയാളുടെ കയ്യിലിപ്പോണ്ട് അയാൾ വീട് വിട്ട് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ കനകം പറഞ്ഞു, നിർത്തടി എന്ന് പറഞ്ഞു.
നീ ആരാധന നിന്റെ വിചാരം? ഈ പറയുന്ന ആദർശില്ലായിരുന്നെ കാണായിരുന്നു പണ്ടേ നിന്റെ ജീവിതം തീർന്നേനെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതം തീരാനോ? അയാള് ഉണ്ടായിട്ട് എൻ്റെ ജീവിതത്തിന് എന്നെ മെച്ചം ഉണ്ടായെന്ന് ചോദിച്ചു. എന്താ ഉണ്ടായെന്നോ? ഈ പറയുന്ന ആദർശേ നിന്റെ ഭർത്താവായ അബിയെ രക്ഷിച്ചുകൊണ്ടാ. അബിയെ രക്ഷിച്ചെന്നോ? ഈ ചന്തുമോളുടെ ആരുടെ കുഞ്ഞാ നിനക്കറിയാവോ? ഇത്രയും കാലം നീ നാഴികയ്ക്ക് 40 വട്ടം ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടന്നില്ലേ? അതുപോലെ തന്നെ നയനമോളെ. ചന്തുമോൾ ആദർശിൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നയനൊന്നും മിണ്ടാതിരിക്കുമെന്ന്. പക്ഷെ അതല്ല സത്യാവസ്ഥ. ചന്തുമോൾ ആരുടെ മോളാന്നറിയാവോ? അനഘയുടെ നിന്റെ ഭർത്താവായ അബിയുടേതാന്ന് പറഞ്ഞു. ഇത് കേട്ടിച്ചപ്പോൾ തന്നെ നബി പറഞ്ഞു, ഇതേ അമ്മേ വെറുതെ അനാവശ്യം പറയരുത്. എനിക്കറിയായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേലത്തരങ്ങളുമായിട്ട് വരുമെന്ന്. അബി എനിക്ക് വിശ്വാസമാണ്, ഒരിക്കലും അല്ലാന്ന് പറഞ്ഞു. എടി ഒരു കാര്യം ചെയ്യാൻ, നീ വേണമെങ്കിൽ അവനോട് പോയി DNA ടെസ്റ്റ് നടത്തി നോക്കാൻ പറ. DNA ടെസ്റ്റ് നടത്തിയതിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ നയനയുടെ ആദർശിൻ്റെ കയ്യിലുണ്ട്. ചന്തമോളെ അബിയുടെ അനഘയുടെ കുഞ്ഞാണ്. പക്ഷെ നിന്റെ ജീവിതം തകരില്ലെന്ന് കരുതിയിട്ട് ആദർശ ആ കുറ്റം എടുത്ത് തൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചിരിക്കുന്ന അറിയാലോ. എന്നിട്ടാടി ഇത്രയും കാലം നീ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നേന്ന് പറഞ്ഞു. തലയിലൊരു ഇടുത്തി വീഴുന്ന അവസ്ഥയായിരുന്നു നബിക്ക്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഇത്രയും കാലം കെട്ടിപ്പൊക്കിയതൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയി. നബിക്ക് പിന്നെ സമ്മതം ഏറ്റുന്നോട് തോന്നി. അപ്പോഴേക്കും കന പറഞ്ഞു, ഇതൊന്നും ഞാൻ പറയണ്ടെന്ന് കരുതിയതാ. പക്ഷെ എത്ര നാളെന്ന് വെച്ചാൽ പറയാതിരിക്കുന്നേ. പറയാതിരുന്നിട്ട് കാര്യമില്ലാന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് കനയ്ക്ക് അവിടെ നിന്നും കൂടെ പോവാണ്. നബിക്ക് സമനില തെറ്റി. നബിയെ സമനില തെറ്റിയ പോലെ അങ്ങനെ വീട്ടിലേക്ക് വരുന്നേ. ആ സമയത്ത് ജലിച്ച് അബിയോട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നബി പുറത്ത് പോയിട്ട് അങ്ങോട്ട് വരുന്നേ. അങ്ങനെ അബി അങ്ങോട്ടേക്ക് വന്നു. അബി വന്നിട്ട് ചോദിച്ചു, അല്ല നബിയെ നീ ഇത് എവിടെ പോയതായിരുന്നു എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും അബിയുടെ കോളറിനെ അങ്ങോട്ട് കുത്തിപ്പിടിച്ചു. സത്യം പറയടാ, ചന്തമോൾ ആരുടെ കുട്ടിയാന്ന് ചോദിച്ചു. നീ എന്താ ഇങ്ങനെ പറയണേ? ആദർശാൻ്റെ മിണ്ടര് നീ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാരണം തീർത്ത് പൊട്ടിക്കണം. ആദർശൻ്റെ കുട്ടിയാണ് പോലും. നിന്റെ അല്ലേടാ ചന്തമോളെന്ന് ചോദിച്ചു. എൻ്റെയോ? നിന്നോടാടി കള്ളത്തരമൊക്കെ പറഞ്ഞേ? കള്ളത്തരമൊന്നും അല്ല, ഉള്ള സത്യാവസ്ഥ അതല്ലേന്ന് ചോദിച്ചു. ആകെപ്പാടെ പെട്ട അവസ്ഥ നിൽക്കുകയാണ് അബി. എന്താണെങ്കിലും അബിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. അബിയെ ചുരുട്ടിക്കൂട്ടും. ഇനിയിപ്പോൾ നബി ആ വീട്ടിൽ നിൽക്കുമോയെന്ന് പോലും അറിയത്തില്ല. ഇത്രയും കാലം കാണിച്ച അഹങ്കാരത്തിനെല്ലാം വമ്പ തിരിച്ചടി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.